പാണ്ഡവരും ദ്രൗപദിയും ആലോചിച്ചു. മത്സ്യദേശത്ത് അജ്ഞാതവാസകാലത്ത് എന്ത് നാമം സ്വീകരിക്കണമെന്നും എന്ത് തൊഴിൽ ചെയ്യണം എന്നതിനെ പറ്റിയുമല്ല. തുടർന്ന് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും ദ്രൗപദിയോടുമായി പറഞ്ഞു, ഞാൻ കൺകൻ എന്ന പേര് സ്വീകരിക്കാം. രാജ്യകാര്യങ്ങളിലും രാജനീതിയിലുമെല്ലാം പാണ്ഡിത്യമുള്ള വ്യക്തിയായി ഞാൻ എന്നെ സ്വയം അവതരിപ്പിക്കാം. ഭീമൻ പറഞ്ഞു, ഞാൻ ബല്ലവ എന്ന പേര് സ്വീകരിക്കാം. ഞാൻ ഒരു മികച്ച പാചകക്കാരൻ ആണെന്ന രീതിയിൽ വിരാട രാജാവിന്റെ മുന്നിലെത്താം. അർജുനൻ പറഞ്ഞു, ഞാൻ ബൃഹന്നള എന്ന നാമം സ്വീകരിക്കും. ദേവലോകത്ത് ചിത്രസേനനിൽ നിന്നും നേടിയെടുത്ത നൃത്തത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമുള്ള എൻ്റെ അറിവ് വച്ച് ഞാൻ കൊട്ടാരത്തിൽ കയറിപ്പറ്റും. ഇത് കേട്ട് നകുലൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള വിഷയം കുതിരകളാണ്. ഞാൻ ഗ്രന്ഥിക എന്ന നാമം സ്വീകരിക്കും. കുതിരകൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സാ രീതിയെക്കുറിച്ചുമുള്ള എൻ്റെ അറിവ് ഞാൻ രാജാവിനെ ബോധ്യപ്പെടുത്തി കുതിരകളുടെ പ്രധാന പരിശീലകനായി ഞാൻ കൊട്ടാരത്തിൽ കടന്നുകൂടും. സഹദേവൻ ഇത് കേട്ട് പറഞ്ഞു, ഞാൻ തന്തിപാല എന്ന നാമം സ്വീകരിക്കും. ഗോക്കളുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലുമുള്ള എൻ്റെ അറിവ് വച്ച് ഞാൻ വിരാട രാജാവിൻ്റെ പ്രീതി നേടിയെടുക്കും.